നമസ്കാരം. അമേരിക്ക ചെങ്കടലിൽ ഹൂതികളുടെ അഴിഞ്ഞാട്ടം തുടങ്ങിയിട്ട് ആഴ്ച 3 സനയും വടക്കൻ യമനും ചെങ്കടലിന്റെ തീരപ്രദേശവും ഹൂതികളുടെ വരുതിയിലായി. ചെങ്കടലിടുക്കിലെ സംഘർഷത്തിന് നിലവിലെ കാരണം ഇസ്രയേൽ ഹമാസ് പ്രശ്നമാണ്. ഗസയെ ആക്രമിക്കുന്ന ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താനാണ് ശ്രമമെന്ന് ഹൂതികൾ. ഏഷ്യയും അമേരിക്കയും യൂറോപ്പും അടക്കമുള്ള മേഖലകളിലെ വ്യാപാരം മുഴുവൻ നടക്കുന്ന ചെങ്കടലിൽ ഹൂതികൾ ഇടങ്കോലിടുന്നത് എന്തിനാകും? ഹൂതികൾക്ക് പരസ്യ പിന്തുണയുമായി ഇറാൻ കൂടി ചിത്രത്തിലെത്തുന്നതോടെ സംഘർഷഗതി എന്താകും? ഇസ്രയേലിന് മേൽ ഉപരോധ സമാനമായ സമ്മർദ്ദം സൃഷ്ടിക്കൽ മാത്രമാണോ ലക്ഷ്യം? ഹൂതികൾ പുറത്തു പറയുന്നതിനപ്പുറമായ ഗൂഢലക്ഷ്യങ്ങൾ ചെങ്കടലിലെ ട്രാഫിക് ബ്ലോക്കിന് പിന്നിലുണ്ടോ? എന്താണ് ചെങ്കടലിൽ സംഭവിക്കുന്നത്? ചെങ്കടലിലൂടെ പോകുന്ന ചരക്ക് കപ്പൽ ആക്രമിക്കപ്പെട്ടാൽ ഇന്ത്യക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ലെബനനിലെ ഹെസ്ബുള്ള നേതൃത്വവും ഇറാന്റെ നിശബ്ദ പിന്തുണയുമാണോ സാഹചര്യം വഷളാക്കുന്നത്? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്ക് ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. പടക്കളത്തിൽ ഇറാനും. ഇന്നത്തെ എന്റെ അതിഥികൾ: കോളമിസ്റ്റ് നിർമ്മൽ എബ്രഹാം, റിപ്പബ്ലിക്കൻ പാർട്ടി അനുഭാവിയും സംരംഭകനും IT കൺസൾട്ടന്റുമായ ജോൺ പണിക്കർ, മുതിർന്ന മാധ്യമപ്രവർത്തകനും ഈ മലയാളി ന്യൂസ് പോർട്ടൽ ചീഫ് എഡിറ്ററുമായ ജോർജ് ജോസഫ് എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം ശ്രീ നിർമ്മൽ എബ്രഹാമിലേക്കാണ്. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇപ്പോൾ ആയത്തുള്ള അലി ഖൊമൈനി തന്നെ വളരെ പരസ്യമായ രംഗത്തെത്തിയിരിക്കുന്നു. ഈ ദുരന്തത്തിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും, ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഇറാന്റെ പരസ്യ പിന്തുണയോടുകൂടെ ഇസ്രയേൽ ഹമാസ് സംഘർഷം ചെങ്കടൽ മേഖലയിലേക്കും ഔദ്യോഗികമായി വ്യാപിക്കുന്നു എന്ന് പറയാനാവുമോ? അല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കും അങ്ങനെ പറയാൻ പറ്റില്ല അതിനെ ബേസ് ചെയ്ത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന ട്വിൻ ബോംബിങ്സിന്റെ ഉത്തരവാദിത്തം ഐസിസ് ഏറ്റെടുത്തു എന്ന് ഐസിസ് തന്നെ തുറന്നു പറഞ്ഞു. അതിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തത്, എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്തത്, അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഐസിസ് അല്ല എന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല. അപ്പൊ ഐസിസ് നമുക്കറിയാവുന്ന പോലെ വർഷങ്ങളായിട്ട് ഇറാന്റെ ഒരു ത്രെറ്റാണ്, ഷിയ സുന്നി സ്പ്ലിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഇപ്പം ഏകദേശം ഇറാഖ് സിറിയ ബോർഡറിൽ 10,000-ഓളം ഐസിസ് സോൾജേഴ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റൊരു ത്രെറ്റൂടെ ഇറാൻ വന്നിരിക്കുകയാണ്. അമേരിക്കയും UK പരസ്യമായിട്ട് വാൺ ചെയ്തതിനപ്പുറം ഇപ്പൊ ഐസിസിന്റെ കൂടെ ത്രെറ്റ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇറാൻ കാര്യം പറഞ്ഞാൽ വാർഷിപ്പ് ഒക്കെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇപ്പം അങ്ങനെ ഒരു ആക്രമണത്തിന് മുതിരുവെന്ന്. പിന്നെ ഇത് സിംബോളിക്കലി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഇപ്പൊ ഹൂത്തികളുടെ അവർ സിംബോളിക്കലി ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് മേൽ പ്രഷർ ഇടുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 2024 നമുക്ക് ഇലക്ഷൻ വരുന്നു. ബൈഡൻ ഓൾറെഡി ഗ്യാസ് പ്രൈസസും ഇൻഫ്ലേഷൻ റേറ്റും ഒക്കെ ഹൈ ആണെന്ന പേരിൽ 2-3 വർഷമായിട്ട് പഴി കേൾക്കുന്ന ഒരാളാണ്. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിന്റെ കാലഘട്ടത്തിൽ ഒരു വാർ പോലും നടന്നിട്ടില്ല, ഒരു കോൺഫ്ലിക്റ്റ് പോലും ഈ പറയുന്ന ഒരു രാജ്യത്തിലും നടന്നിട്ടില്ല. എന്നാൽ ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഇത്ര അധികം വാറുകൾ, 22 മാസമായിട്ട് റഷ്യ യുക്രൈൻ വാർ തുടരുന്നു. 22,000 ആളുകൾ മരിച്ചിട്ടും ഇസ്രായേൽ ആക്രമണം തുടരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചൈന തൈവാൻ കഴിഞ്ഞ വർഷം 2-3 തവണ ആ കോൺഫ്ലിക്റ്റ് പൊട്ടിപ്പുറപ്പെട്ടു. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബൈഡനെ ഇത് ശരിക്കും പറഞ്ഞ സിറ്റുവേഷനിലാക്കിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഒരു വലിയൊരു വാറിലോട്ടൊന്നും പോകും തോന്നുന്നില്ല. പക്ഷെ സിംബോളിക്കലി അവർ ഉദ്ദേശിക്കുന്നത് ഈ പ്രഷർ ചെലുത്തുമ്പോഴത്തേക്കും ഇതിന്റെ കോസ്റ്റ് കൂടും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ റെഡ് സീ വഴി പോകുന്ന കണ്ടെയ്നേഴ്സ് വഴിമാറി പോകേണ്ടി വരും. അങ്ങനെ വഴിമാറി പോകുമ്പോൾ ഏകദേശം 10 ദിവസം മുതൽ 2 ആഴ്ച വരെ ഡിലേ വരും. അങ്ങനെ ഡിലേ വരുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ടുകൾക്ക് ഡിലേ വരും. ഈ യാത്ര കറങ്ങി ചെയ്യുന്നതിന് ഏകദേശം $1 മില്യൺ അഡീഷണൽ കോസ്റ്റ് ഓരോ റൗണ്ട് ട്രിപ്പിനും വരും. അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് കോസ്റ്റ് കൂടും, ഫ്രൈറ്റ് ചാർജസ് കൂടും. അതേപോലെ സംഭവിക്കാൻ പോകുന്നത് നാച്ചുറലി അതുകൊണ്ട് ഓയിൽ പ്രൈസസ് കൂടും, സാധനങ്ങളുടെ വില കൂടും, ഇൻഫ്ലേഷൻ കൂടും. സോ അതിന് ഉത്തരവാദി അമേരിക്കയാണെന്ന് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഹൂത്തികളുടെ ലക്ഷ്യം. അത് മാത്രമാണ് സിംബോളിക്കലി അവർക്ക് ചെയ്യാൻ പറ്റാതെ ഈ ഒരു സ്റ്റേജിലേക്ക് പറയാം. ശരി. ശ്രീ ജോർജ് ജോസഫ്, എന്തായാലും ഇപ്പോൾ ഇറാൻ പരസ്യ പിന്തുണയോടുകൂടെ എത്തിയിരിക്കുകയാണ്. സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നു എന്ന തോന്നലുണ്ട്. പക്ഷെ തുടക്കത്തിൽ ഈ ഹൂതികൾ പറഞ്ഞിരുന്നത് ഇസ്രയേലി സപ്പോർട്ടുള്ള അല്ലെ ഇസ്രയേലി പതാകകളുള്ള ഷിപ്പുകൾ മാത്രമാണ് ആക്രമിക്കുകയെന്നാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഞായറാഴ്ച സിംഗപ്പൂർ ഫ്ലാഗുള്ള ഒരു കപ്പൽ ആക്രമിച്ചു. കഴിഞ്ഞ ദിവസം മാൾട്ട ഫ്ലാഗുള്ള കപ്പൽ ആക്രമിക്കുന്നു. അപ്പോൾ ചരക്ക് കപ്പലുകളെ പൊതുവെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ഇസ്രയേൽ ബന്ധം അവർ കണ്ടെത്തുന്നുണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷേ ഈ പറയുന്ന ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിലുള്ള അവരുടെ ഇടപെടലിനപ്പുറം എന്തെങ്കിലും ഈ ചെങ്കടലിലെ ഈ ഒരു ട്രാഫിക് ബ്ലോക്കിന് പിന്നിലുണ്ടോ? ഇത് ചെങ്കടലിൽ ഹൂതികൾ ചെയ്യുന്നത് ഒരു വലിയ ഒരു ത്രെട്ടാണെന്ന് ഇപ്പോൾ തോന്നുന്നുവെങ്കിലും അത് ഹൂതികൾക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമേരിക്കയോ അല്ല അതുപോലുള്ള ശക്തികളോട് ഇടയുന്നത് കൊണ്ട് അവർ പ്രത്യേകിച്ച് ഒന്നും നേടാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല,
ഈ ഗാസായിൽ ഹമാസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കും സംഭവിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഈ ഗൈഡഡ് പിന്നെ ഡ്രോൺ അറ്റാക്ക് ഒക്കെ ചെന്ന് അവരെയൊക്കെ തകർത്ത് കളയാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. നേരെ മറിച്ച് അതിന്റെ പിന്നിൽ ഇറാൻ ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം ഇറാൻ ഒരു രാജ്യമാണ്, അവരൊരു ശക്തിയാണ്, പിന്നെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റുമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യം നേരിട്ട് ഇടപെട്ടു എന്ന് പറഞ്ഞാൽ സംഗതി വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പം ചെറിയ രാജ്യമോ വലിയ രാജ്യമോ ഒന്നുമില്ല. ഇപ്പം പിന്നെ റഷ്യ 2 വർഷമായിട്ട് ഉക്രൈനിൽ കിടന്ന് പാടുപെടുന്നു. പിന്നെ ഇസ്രായേൽ പോലൊരു വൻശക്തി ഹമാസിനെ തകർക്കാൻ അവരൊരു രാജ്യം പോലുമല്ല, തകർക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്ത് രാജ്യത്തിന്റെ വലിപ്പമോ അല്ല ശക്തിയോ അല്ല പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഹൂതികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഫോഴ്സ് മാത്രമാണ്, ഒരു സംഘടന മാത്രമാണ്, ഒരു ഭീകര സംഘടന മാത്രമാണ്. അവര് ഈ വൻ രാജ്യങ്ങളെയൊക്കെ തൽക്കാലം ഒരു ഭീഷണിയൊക്കെ പെടുത്തും എന്നല്ലാതെ അതിനൊരു സ്ഥായിയായ ഫലം ഉണ്ടാവുമെന്ന് കരുതുന്നില്ല. ഇപ്പൊ ഇന്ത്യ പോലും അവർക്കെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ത്യൻ കപ്പലുകൾ പോലും അകമ്പടി സേവിക്കാനും അല്ലെങ്കിൽ തിരിച്ചാക്രമിക്കാനും പിന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഹൂതികൾ ഒരു ത്രട്ട്, പിന്നെ ദീർഘകാലത്തേക്കുള്ള ഒരു ത്രട്ടാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല. പക്ഷേ ഇറാൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഇറാനിൽ ഈയിടയ്ക്ക് നടക്കുന്ന പ്രശ്നങ്ങൾ, ഇറാനുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെടുന്നു. സിറിയയിൽ വെച്ച് അവരുടെ ബ്രിഗേഡിയർ ജനറൽ കൊല്ലപ്പെട്ടു. ഇപ്പൊ അവിടെ കർമാനിലെ ആക്രമണം നടന്നു. അപ്പൊ ഇതെല്ലാം ഇറാനെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ അവരെങ്ങനെ രംഗത്ത് വരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഒരു നേരിട്ടുള്ള ഒരു ആക്രമണത്തിന് ഇറാൻ മുതിരുമെന്ന് കരുതുന്നില്ല. അതിനുള്ള ഒരു അന്തരീക്ഷമല്ല ഇപ്പോഴുള്ളത്. പക്ഷേ ഇറാന്റെ പ്രാധാന്യം നമ്മളോട് കുറച്ച് കാണേണ്ടതുമില്ല. എന്തായാലും നേരിട്ടുള്ള ഒരു ആക്രമണത്തിന് ഇറാൻ മുതിരുമെന്ന് തോന്നില്ല. കാരണം ആഴ്ചകൾക്ക് മുമ്പ് വൈറ്റ് ഹൗസ് വക്താവിന്റെ സ്റ്റേറ്റ്മെന്റിന് അവർ മറുപടി പറഞ്ഞത് തന്നെ ഞങ്ങൾ ഇതിലില്ല, ചിത്രത്തിൽ ഞങ്ങളില്ല എന്നാണ്. പക്ഷെ ഇപ്പോൾ അവർ പരസ്യമായ രംഗത്ത് വരുന്നുണ്ട്. ശ്രീ ജോൺ പണിക്കർ, പലപ്പോഴും ഈ ഒരു യുദ്ധാന്തരീക്ഷമൊക്കെ വരുമ്പോഴും അമേരിക്ക ഒരു വീക്ക് അഡ്മിനിസ്ട്രേഷൻ ആണ് എന്നൊരു പൊതുവായ അഭിപ്രായമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വീക്ക് അഡ്മിനിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ശൗര്യം പഴയതുപോലെയൊന്നും ഫലിക്കുന്നില്ല. അഫ്ഗാനിസ്ഥാനിൽ തുടങ്ങി പല കാര്യങ്ങളിലും അമേരിക്ക പറയുന്നത് സഖ്യരാജ്യങ്ങൾ പോലും കേൾക്കാൻ തയ്യാറാകുന്നില്ല. പലപ്പോഴും ഈ കേസിൽ പോലും ഒരു സഖ്യരാജ്യങ്ങളെ കൂട്ടിയിണക്കാൻ അമേരിക്ക കുറെ പാടുപെട്ട ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ നവംബറിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഇത്തരത്തിലൊരു ദുർബലമായ ഭരണമാണ് അമേരിക്കയിൽ. ആ ദുർബലമായ ഭരണം ഇത്തരം കാര്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? അതെ, ദുർബലമായ ഭരണമാണ് അമേരിക്കയിൽ നിന്ന് ഇപ്പൊ നമ്മളെ പറയുകയാണ്. അത് പറയുമ്പോൾ തന്നെയും നമ്മുടെ ഓഹരി വിപണിയായാലും അമേരിക്കയിലെ തൊഴിലവസരങ്ങളായാലും എല്ലാം വളരെ നല്ല ഒരു നിലയിലാണ് നിലവിൽ ആയിരിക്കുന്നത്. ദുർബലമാണ് എന്ന് പറയുന്നെങ്കിലും അത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഡൊണാൾഡ് ട്രംപിനെ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയെ അടുത്ത വർഷത്തേക്ക് സഹായിക്കുന്ന രീതിയിലാണ് ഈ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ സമയത്ത് ഇവിടെ ഒരു യുദ്ധമേ ഉണ്ടായിരുന്നില്ല. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ആൾക്കാരെ മിലിറ്ററിയെ തിരിച്ച് പിൻവലിക്കാനുള്ള തീരുമാനം എടുത്തത് തന്നെ ഡൊണാൾഡ് ട്രംപ് എന്ന പ്രസിഡന്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ അവർക്ക് ഫേവറബിൾ ആവും എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ പറ്റുക ഇക്കാര്യത്തില്. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇപ്പോൾ സ്യൂയസ് കനാൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു വ്യാപാര പാതയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അധികം വ്യാപാരം നടക്കുന്നത് അതുവഴിയാണ്. ഇപ്പോൾ ഈ ഫ്യൂവലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. പല ചരക്ക് കപ്പലുകളും വഴി മാറി വളഞ്ഞാണിപ്പോൾ യാത്ര ചെയ്യുന്നത്. പല ഷിപ്പിംഗ് കമ്പനികളും നിർത്തിവെച്ചിട്ടുണ്ട് അവരുടെ യാത്ര. കയറ്റുമതിയിൽ പ്രശ്നമുണ്ടാകുമോ എന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ വ്യാപാരത്തെ ഒരു ഉപരോധ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദത്തിലാക്കുക എന്നൊരു തന്ത്രം കൂടി ഇതിന് പിന്നിലുണ്ടോ? ഇവര് പറയുന്നത് പലസ്തീനെ സപ്പോർട്ട് ചെയ്യാനാണെന്നാണ്. അപ്പോൾ ഒരു വശത്ത് പലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ എന്ന് പറയുന്ന വാദവുമായി ഹൂതികൾ എത്തുമ്പോഴും രാജ്യാന്തര വ്യാപാരം വലിയ തോതിൽ തടസ്സപ്പെടുന്നു. ഇത് ഇന്ധന വിലക്കയറ്റത്തിനും പൊതുവായുള്ള പണപ്പെരുപ്പത്തിലേക്കും ഒക്കെ മാറുന്ന ഒരു അവസ്ഥ കൂടി വരില്ലേ? അല്ല, ഒരു തരത്തിൽ പറഞ്ഞ ഇൻഡയറക്റ്റ് സാങ്ഷനിങ് വേണേൽ പറയാം. ഇപ്പം അമേരിക്ക റഷ്യയെ ടാർഗറ്റ് ചെയ്തത് അങ്ങനെ തന്നെയാണ്. ആ സമയത്ത് അവരുടെ ഒളിഗാർക്സിന്റെ അസറ്റ്സ് ഫ്രീസ് ചെയ്യുന്നു. പലതരത്തിൽ ഇപ്പൊ എല്ലാത്തരം സ്പോർട്സ് ചെയ്യുന്നു, മറ്റെല്ലാത്തരം മേഖലകളിൽ നിന്നും റഷ്യയെ ഒറ്റപ്പെടുത്തി നിർത്തുന്നു. അങ്ങനെ അവിടെ ആ സമയത്ത് അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു, അവരുടെ റൂബിളുടെ വാല്യൂ ഇടിഞ്ഞു. അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോഴത്തേക്കും റഷ്യ പിന്മാറുമെന്ന് കരുതി, പക്ഷെ പിന്മാറിയില്ല. അതേപോലെ ശ്രമമാണ് ഹൂതികൾ ഇവിടെ നടത്തുന്നത്, അല്ലെങ്കിൽ
ചെയ്ത തെറ്റിന് അവർ അങ്ങനെ ഒരു എക്സ്ക്യൂസ് ആയിരിക്കും അവർ പക്ഷേ പറയാൻ പോകുന്നത്. അതിന് തീർച്ചയായിട്ടും എല്ലാവരെയും ബാധിക്കും. നേരത്തെ ഇന്ത്യയെ ബാധിക്കുമെന്ന് വെച്ചു, ഇന്ത്യയും ബാധിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത്. കാരണം AMG എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ലൈനർ ഉണ്ട്. അതിന്റെ ഫ്രൈറ്റ് കോസ്റ്റ് 1000 ആയിരുന്നത് ഇപ്പൊ $4750 മാറി. ഏകദേശം 5 ഇരട്ടിയോളം വർധന അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ റൂട്ടിൽ പോകുന്ന, ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലോട്ട് പോകുന്ന ഒരു ഷിപ്പിന്റെ കാര്യമാണ്. സോ അങ്ങനെയുള്ള രീതിയിൽ കോസ്റ്റ് കൂടും, ഓയിൽ കോസ്റ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്, ഇതിപ്പോ ആ ഒരു മേഖലയിൽ നേരത്തെ പറഞ്ഞ പോലെ മെയാസ്ക് ഓൾറെഡി പ്രഖ്യാപിച്ചു. മെയാസ്ക് എന്ന് പറയുന്ന ലോകത്തിലെ ഏകദേശം 20% ട്രേഡും ആ കണ്ടെയ്നർ വഴി, മെയാസ്കിന്റെ ഡാനിഷ് കമ്പനിയാണ്, അവരുടെ കണ്ടെയ്നർ വഴിയാണ് പോകുന്നത്. മെയാസ്ക് ഓൾറെഡി പറഞ്ഞു ഇനി ഞങ്ങൾ ആ വഴിക്ക് ഇല്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവരെ പിന്തുടർന്ന് മറ്റ് വലിയ കണ്ടെയ്നർ കമ്പനികളായിട്ടുള്ള കോസ്കോയും അതുപോലെ CMCയും മറ്റ് കമ്പനികളൊക്കെ തന്നെ വരുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ഇത് ഗ്ലോബലി എഫക്ട് ചെയ്യും. കോസ്റ്റ് കൂടുന്ന ഒരു കൺസിഡറേഷൻ ആണ് അവിടെ വരാൻ പോകുന്നത്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ സാമ്പത്തികമായ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഈ ചെങ്കടലിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അത് യുദ്ധത്തിന്റെ ഒരു വ്യാപനം, അതായത് നമുക്ക് പശ്ചിമേഷ്യയിൽ ഉണ്ടായിരുന്ന ആ സംഘർഷ സാഹചര്യം മധ്യേഷ്യയിലേക്ക് മാറുന്നു. മധ്യേഷ്യയിലേക്ക് മാറുമ്പോൾ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ പരസ്യമായ രംഗത്ത് വരുന്നു. ഇത് യുദ്ധത്തിന്റെ ഒരു വ്യാപനം, അല്ലെങ്കിൽ ഇതൊരു 3ാം ലോക മഹായുദ്ധം എന്ന സ്വഭാവത്തിലേക്കൊക്കെ പോകുന്നു എന്ന് ആശങ്കപ്പെടുന്നതിന് ഒരു വഴിയുണ്ടോ ഇപ്പോൾ? അതിനുള്ളൊരു സാധ്യതയും കാണുന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഒരു പലസ്തീൻ വിഷയം വന്നു കഴിഞ്ഞാൽ, ഹമാസിനെതിരെ ആക്രമണം വന്നു കഴിഞ്ഞാൽ എല്ലാ അറബ് രാജ്യങ്ങളും സംഘടിതമായിട്ട് രംഗത്ത് വരുമെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇറാഖ്, പിന്നെ ഈജിപ്റ്റ് വന്നില്ല. അതുപോലുള്ള മറ്റു രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട രാജ്യം ഈജിപ്റ്റാണ് ആ മേഖലയിൽ. അതുപോലുള്ള രാജ്യങ്ങളൊന്നും ഈ ഹമാസിന് അനുകൂലമായിട്ടോ ഇസ്രായേലിനെതിരായിട്ടോ രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ പ്രധാനപ്പെട്ട, നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ശക്തമായിട്ട് നിൽക്കുന്നത് ഇറാൻ മാത്രമാണ്, അതും കൂടുതലും വാചകത്തിൽ. അപ്പൊ അത് ഹമാസ് പദത്തിൽ ഒറ്റപ്പെട്ട രീതിയിലാണ് അവര് എല്ലാ പീഡനങ്ങളും അവര് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹൂതികൾ ഒരു പഴയ കാലത്തെ പൈററ്റ്സ്, പിന്നെ ഈ കടൽ കൊള്ളക്കാരൊക്കെ ചെയ്യുന്ന ആ ഒരു പരിപാടിയാണ് അവരിപ്പോ ചെയ്യുന്നത്. അത് പക്ഷെ എത്ര കാലം അവർക്ക് തുടരാൻ പറ്റും എന്നുള്ളതാണ് നമ്മള് ചിന്തിക്കേണ്ട കാര്യം. അമേരിക്ക പോലെ അല്ലെങ്കിൽ എല്ലാവിധ സംവിധാനങ്ങളും ഉള്ള രാജ്യങ്ങള് ഇവരെ അടിച്ചു തീർത്ത് കളയാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട. മറ്റേ ഒരു രാജ്യം പോലല്ല ഇവർ, ഒരു ചെറുകിട ശക്തിയാണ്. ഇവർക്ക് ഈ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ ഈ കളികളൊക്കെ നടത്തുന്നത്. പക്ഷെ കടലിലായതുകൊണ്ടും കപ്പലുകളൊക്കെ, എല്ലാ കപ്പലുകൾക്കും അകമ്പടി സേവിക്കാനാവില്ല. അപ്പൊ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടത്താനായിട്ട് അവർക്ക് കഴിയും. അപ്പൊ കപ്പലുകൾ ന്യായമായിട്ടും പേടിക്കും, പോകാനായിട്ട് മടിക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ദീർഘകാലം സംഭവിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു ഈ വാണിജ്യ രംഗത്തെയോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളെയോ ഒന്നും ദീർഘകാലത്തേക്ക് അത് ബാധിക്കുമെന്നും കരുതുന്നില്ല. ഇപ്പോഴത്തെ ഒരു താൽക്കാലിക ഒരു പ്രതിഭാസം മാത്രമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ശരി, ശ്രീ ജോൺ പണിക്കർ, ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ ഇതൊരു താൽക്കാലിക പ്രതിഭാസമെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. പക്ഷേ 3 ആഴ്ച കഴിയുന്നു. ഇതൊരു വിമത, യമൻ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു വിമത ശക്തി, ഒരു ചെറുകിട സംഘടന, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടി വന്നു കഴിഞ്ഞാൽ 2-3 ദിവസം അവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നു, അതിനുശേഷം കാര്യങ്ങൾ മാറി മറിയുന്നു എന്നായിരുന്നു ഒക്കെ നമ്മുടെ വിശ്വാസം. പക്ഷേ ഇപ്പോൾ അമേരിക്കയും സഖ്യരാജ്യങ്ങളും എത്തുന്നു, 3 ഹൂതി കപ്പലുകൾ തകർക്കുന്നു, 10 ഹൂതികളെ വധിക്കുന്നു. എന്നിട്ടും സംഘർഷത്തിന് ഒരു അയവുമില്ല. കാരണം ഹൂതികൾ അവരുടെ ആ ഒരു അജണ്ടയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത്ര ചെറിയ ഒരു വിമത സംഘടനയെ, അവരെ ഒന്ന് നിയന്ത്രണത്തിലാക്കാൻ പോലുമുള്ള ആ ഒരു ശക്തി അല്ലെങ്കിൽ കരുത്ത് ഇപ്പോൾ അമേരിക്കയ്ക്കും സഖ്യരാജ്യങ്ങൾക്കും ഇല്ല എന്ന് പറയേണ്ടി വരുമോ? ഈ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു താൽക്കാലിക പ്രതിഭാസമായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഈ 3 ആഴ്ചക്കുള്ളിൽ ഇത് പരിഹരിക്കപ്പെടേണ്ടതായിരുന്നില്ലേ? ഇത് സെയിം അഭിപ്രായമാണ് എനിക്ക്. താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. കാരണം നമ്മൾ ഈ ഹൂത്തികൾ എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയല്ല, അതൊരു തീവ്രവാദി സംഘടന പോലെയുള്ള ഒരു ഈ പറയുന്ന ഒളിവിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ആക്രമിക്കുക, ഒരു മിസൈൽ വിടുക, അല്ലെങ്കിൽ റോക്കറ്റ് വിടുക, അത്തരത്തിലുള്ള ആൾക്കാരാണ്. അല്ലാതെ ഒരു നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്കോ ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ സഖ്യകക്ഷികളോ അമേരിക്കയായിട്ടുള്ള നേരിട്ട് ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിലുമല്ല. ഇപ്പം ഹൂത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ മാത്രമല്ല, വേൾഡ് നമുക്ക് എല്ലാവർക്കും, എല്ലാ രാജ്യങ്ങൾക്കുള്ള പ്രശ്നമാണ് ട്രേഡ് റൂട്ട് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇന്ത്യ ഉൾപ്പെടെ, ഇന്ത്യൻ മഹാസമുദ്രത്തില് ഷിപ്മെന്റ് സേഫായിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇന്ത്യ ഏത് വിലയും കൊടുത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇറാൻ ആ രീതിയിൽ ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ. ഇപ്പൊ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഇറാന്റെ ഈ സംഭവം, അതിപ്പോ ഗാസയിലെ ഇപ്പോ ഹമാസ് തീവ്രവാദികൾക്ക് കൊടുത്ത സപ്പോർട്ടായ, അല്ലെങ്കിൽ ആയുധം പരിശീലനം, അതുപോലെ തന്നെ ഇപ്പൊ പാലസ്തീൻ ജിഹാദ്,
ജിഹാദ് അവർക്ക് വേണ്ടിയിട്ടാണ്. അവർക്കാണെങ്കിൽ പാലസ്തീനിലും ഗാസയിലും അവർക്ക് ഇൻഫ്ലുവൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഹിസ്ബുള്ള, ലെബനോണിലെ ഹിസ്ബുള്ള ആയാലും അല്ലെങ്കിൽ ഹൂത്തികളായാലും ഇതുപോലെ ഇവരെ എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യുന്ന, ഇവർക്കെല്ലാം പരിശീലനം കൊടുക്കുന്ന, ഇവർക്കെല്ലാം വേണ്ട ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ഫ്രണ്ടിലെ ഒരേ സമയത്ത് ഓപ്പറേഷൻസ് നടത്താനൊക്കെ ഹമാസിനെ പരിശീലിപ്പിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തതിന്റെ പിന്നിൽ നിൽക്കുന്നത് ഇറാനാണ്. അത് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമുക്കത് വേൾഡിന് നമുക്ക് മനസ്സിലായി എന്നുള്ളതല്ലാതെ the situation was already exist for a long time, and the Americans were watching it, the Israelis were watching it. The situations are there. I mean, they don't know about it. പക്ഷേ ഇറാൻ ഈ ഒരു രീതിയിലേക്ക് ഇറങ്ങുകയോ ഒരു വൈഡർ കോൺഫ്ലിക്റ്റിലേക്ക് വരുമെന്ന് ഒരിക്കലും ഞാൻ കരുതുന്നില്ല. അത് ഈ പറയുന്നത് പോലെ ഇപ്പൊ ഹൂത്തികളെ, ഇപ്പൊ ഗാസയിലെ ജനങ്ങളെ, നിരപരാധികളെ മരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വേൾഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം. അതേസമയത്ത് ഇപ്പൊ ഹൂത്തികളുടെ മുകളിൽ 10 ബോംബിട്ട് കഴിഞ്ഞാലൊന്നും ഇവിടെ ആർക്കും വിഷമിക്കാനായിട്ട് ഇവിടെ ലോകത്തിൽ ആരുമില്ല. കാരണം ആ രീതിയിലുള്ള ഒരു എന്താ പറയുന്നത് ഒരു ശല്യമായിട്ടാണ് ഹൂത്തികളെ തന്നെ വേൾഡ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം, our defense power, our fire power is so much, it's അവിടെയും തിരിഞ്ഞും ഒക്കെ ആയിട്ട് ഒളിവിൽ ഒരു റോക്കറ്റ് വിടുക, അതൊക്കെ അതിനപ്പുറത്തോട്ട് ഹൂത്തികളെ കാണേണ്ടതില്ല എന്നുള്ള അഭിപ്രായത്തിലാണ്. അതെ, ഇതുപോലെ തന്നെ ഇസ്രായേലിലെ തന്നെ, അതെ പറഞ്ഞോളൂ ഞാൻ. അല്ല, ഇസ്രായേലിലെ തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടത് പിന്നെ ഒരു ലീഡറിനെ, ഹമാസിന്റെ തന്നെ ഈ നെഗോഷിയേറ്റിംഗിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഒരാളെയാണ് തട്ടിയത്. മനസ്സിലായി, വാർ ഫ്രണ്ടിൽ തന്നെ അവരെ പുള്ളിക്കാരനെ മാറ്റിക്കളഞ്ഞു. അപ്പൊ അതുപോലെ രീതിയിലുള്ള ഒരു അഗ്രസീവ് രീതിയിലേക്കാണ് അവർ പോകുന്നത്. ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞപ്പോൾ എല്ലാവരും വിശ്വസിച്ചില്ല. അപ്പൊ ആ രീതിയിലേക്ക് അവർ പറഞ്ഞത് അവര് മീൻ ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേട്ടോ. ഈ കാര്യങ്ങളെ കാണുമ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. താങ്ക് യു. ശ്രീ നിർമ്മൽ എബ്രഹാം, നമുക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കം അറിയാം. ഈ പറയുന്ന സെർബിയയും ബോസ്നിയയും ഓസ്ട്രിയ ഹംഗറിയും ഒക്കെ ഉണ്ടായിരുന്ന ആ ചിത്രത്തിൽ നിന്ന് അവസാനം സഖ്യകക്ഷികൾ വന്ന് ഈ യുദ്ധം ഏറ്റെടുക്കുന്നു. അവസാനം ഈ യുദ്ധത്തിന് തുടക്കമിട്ട ആ രാജ്യങ്ങളൊക്കെ ആ ചിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇസ്രായേൽ ഹമാസ് സംഘർഷമാണ് ഇപ്പോൾ ചെങ്കടലിൽ നടക്കുന്ന സംഘർഷങ്ങൾക്ക് വഴിവെച്ചത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് തങ്ങൾ ഇത് നടത്തുന്നതെന്നാണ് ഹൂതികൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് സംഘർഷം ചിത്രത്തിൽ നിന്ന് മാറി പലസ്തീന്റെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ പുറത്തേക്ക് അധികം ശ്രദ്ധ ആകർഷിക്കുന്നില്ല. അപ്പൊ ശ്രദ്ധ മുഴുവൻ ചെങ്കടലിലേക്ക് മാറുന്നുണ്ടോ? അതെ, ഹൂതികൾ ചെയ്യുന്നത് നമ്മുടെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, അയലത്ത് തോറ്റേൻ അമ്മയോട് എന്ന് പറയുന്ന പോലെ ഇപ്പൊ സിംഗപ്പൂരിന്റെ മാൾട്ടയുടെയൊക്കെ ഷിപ്പുകളെ ആക്രമിച്ചുകൊണ്ട് ഇവർക്കൊന്നും നേടാൻ സാധിക്കുന്നത്. നേരത്തെ ഇവിടെ ശ്രീ ജോൺ പണിക്കർ പറഞ്ഞതുപോലെ തന്നെ ലോകത്തെ മൊത്തം അത് എഫക്ട് ചെയ്യും എങ്കിൽ ലോകം മൊത്തം എതിര് നിൽക്കും. നേരത്തെ പറഞ്ഞ ഹൂതികളുടെ ഫൈറ്റേഴ്സിനെ തീവ്രവാദികളായിട്ടാണ് പലരും കാണുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവരുടെ മരണമോ അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ 10 പേരെ വധിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരിക്കലും ആരും എന്താ പറയുന്നത് അതിന്റെ പേരിൽ ഒരു ദുഃഖാചരണമൊന്നുമല്ല ഉണ്ടാകുന്നത്. അത് ആൾക്കാർക്കൊരു വിഷയമല്ല. ശരിക്കും യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് പലസ്തീനിലെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. 23,000 പേര് മരിച്ചു, 58,000 ആൾക്കാർ വൂണ്ടഡായി, 7,000 ആളുകൾ മിസ്സിംഗ് ആണ്. അതിനൊരു തടസ്സം വരുത്താൻ, അതിനൊരു പ്രൊട്ടസ്റ്റാണ് ഹൂത്തീസ് ഉദ്ദേശിച്ചെങ്കിൽ അവർ ചെയ്തത് തെറ്റാണ്, അല്ലെ തെറ്റായ രീതിയിലുള്ള പ്രൊട്ടസ്റ്റാണ്. പിന്നെ ലോകമഹായുദ്ധത്തിന്റെ കാര്യം നേരത്തെ മെൻഷൻ ചെയ്തു, ജോർജ് സാറിനോട് ചോദിക്കുകയും ചെയ്തു. അതിനോട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യും. ഒരു അൺലൈക്ലി സിനാരിയോ ഒരുപക്ഷെ ഉണ്ട്, പക്ഷെ ലോകമഹായുദ്ധത്തിലോട്ടൊന്നും പോകത്തില്ല. പക്ഷെ കോൺഫ്ലിക്ട് എല്ലാ സോണിലും ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 22 മാസമായി 675 ദിവസമായിട്ട് റഷ്യ യുക്രൈൻ വാർ നടക്കുന്നു. കഴിഞ്ഞ 3-4 മാസമായിട്ട് ഇസ്രായേൽ പലസ്തീൻ വാർ നടക്കുന്നു. നോർത്ത് കൊറിയയിൽ കിം ജോങ് ഉൻ വെല്ലുവിളികൾ നടത്തി കഴിഞ്ഞു, എന്റെ എല്ലാ ശത്രുക്കളെയും ഞാൻ ഇല്ലാതാക്കുന്നു. സൗത്ത് അമേരിക്കയിൽ ഓയിലിന്റെ പേരിലുള്ള കോൺഫ്ലിക്ട്സ് നടക്കുന്നു. അതേപോലെ തൈവാനിൽ ഈ 13-ാം തീയതി, ജനുവരി 13-ാം തീയതി ഇലക്ഷൻ വരുവാണ്. ചൈന തൈവാൻ കഴിഞ്ഞ വർഷം 3 തവണ ഏകദേശം ഏറ്റുമുട്ടിയപ്പോഴത്തേക്കും അമേരിക്കയ്ക്ക് അവിടെ ഇടപെടേണ്ടി വരുന്നുണ്ട് 1978 ഒരു ട്രീറ്റി അനുസരിച്ച്. സോ അതുകൊണ്ട് ഈ 13-ാം തീയതി നടക്കുന്ന ഇലക്ഷനിൽ 2 പാർട്ടികൾ അവിടെ മെയിനാണ്. ഒന്ന് DPP പാർട്ടിയുണ്ട്, KMT പാർട്ടിയുണ്ട്. KMT പാർട്ടിയാണ് പ്രോ തൈവാൻ പാർട്ടി, DPP പാർട്ടിയാണ് പ്രോ ചൈന പാർട്ടി. ഇതിൽ ഏത് പാർട്ടി ജയിക്കുന്നതനുസരിച്ച് ചൈനയ്ക്കും തൈവാനുമായിട്ടുള്ള ബന്ധം വഷളാകാനും ഒരു പക്ഷേ നേരെയാകാനുള്ള സാധ്യതകളുണ്ട്. അവിടെ അമേരിക്കയ്ക്ക് ഈ ഒരു സമയത്ത് ഇടപെടേണ്ടി വന്നാൽ ബൈഡന് മേലത് ഫർദർ പ്രഷറാണ് കൊണ്ടുവരാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഈ തവണത്തെ ഇലക്ഷനെയും ഇത് ബാധിക്കും, അമേരിക്കൻ ഇലക്ഷനെയും ബാധിക്കും. അതുകൊണ്ട് ഈ ഒരു സിനാരിയോ ഏത് കോസ്റ്റിലും അമേരിക്ക തുടച്ചു നീക്കാനേ ശ്രമിക്കുകയുള്ളൂ. മാത്രമല്ല ഇറാന്റെ
ഇപ്പൊ നേരത്തെ ഇറാന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇറാൻ ഈ ആളുകളെല്ലാം ഫണ്ട് ചെയ്യുന്നുണ്ട്. ഹെസ്ബുള്ള ആയിക്കോട്ടെ, ഹമാസ് ആയിക്കോട്ടെ, ഇസ്ലാമിക് ജിഹാദ് ആയിക്കോട്ടെ, ഹൂത്തികളായിക്കോട്ടെ, അൽ അർസർ ബ്രിഗേഡ് ആയിക്കോട്ടെ, അൽ മുക്തർ ബ്രിഗേഡ് ആയിക്കോട്ടെ, ഒരുപാട് പ്രോക്സികൾ അവർക്കുണ്ട്. ഇവരെല്ലാം ഫണ്ട് ചെയ്യുന്നു. എന്നാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം വളരെ എക്കണോമിക്കലി വീക്കാണ്. അവിടുത്തെ ഏകദേശം 60% ആളുകൾ പോവർട്ടിയിൽ താഴെയാണ്. ഒപ്പം തന്നെ നിങ്ങളിപ്പോൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വീക്കസ്റ്റ് കറൻസി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഇറാനിയൻ കറൻസിയാണ്. ഒരു 0.2 പൈസയാണ്. ഇന്ത്യൻ റുപ്പീസ് പറഞ്ഞാൽ 2 പൈസ പോലും ഇല്ല ഒരു ഇറാനിയൻ റിയാൽ എന്ന് പറഞ്ഞാൽ. അത്രയധികം വീക്ക് ആയിട്ടുള്ള രാജ്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഇറാനിന് ഒരു ഔട്ട്റൈറ്റ് ആയിട്ട് പോയി US-ഉം UK-യും മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കെതിരെയോ ഇന്ത്യക്കെതിരെയോ ഒന്നും പിടിച്ചു നിൽക്കാൻ, ഒരുമിച്ച് നിൽക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരൊരു ഔട്ട്റൈറ്റ് അറ്റാക്കിന് പോകും, ഒരു ഓൾ ഔട്ട് അറ്റാക്കിന് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശ്രീ ജോർജ് ജോസഫ്, 2024 എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ ഇയർ ആണ്. ലോകത്തിലെ 64 രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ലോക ജനസംഖ്യയുടെ പകുതിയോളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന വർഷമാണ്. അതിപ്പം ബംഗ്ലാദേശിൽ തുടക്കമിട്ട് പാകിസ്ഥാൻ, തൈവാൻ, യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ്, അത് കഴിഞ്ഞ് നവംബറിൽ അമേരിക്കയിൽ എത്തി നിൽക്കുന്ന ഇങ്ങനെ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ഘോഷയാത്രയാണ്. അപ്പോൾ ഇത്തരത്തിൽ ലോക ജനസംഖ്യയുടെ പകുതിയോളം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഭൗമരാഷ്ട്രീയത്തിലെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാൻ പല രാജ്യങ്ങൾക്കും കഴിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ വരുന്ന വർഷവും ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ലേ? അത് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എല്ലാ രാജ്യങ്ങളിലും തന്നെ ഒരു വലതുപക്ഷത്തേക്കുള്ള ഒരു തിരിവാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഓരോ രാജ്യങ്ങളിലും ഈ പണ്ടുകാലത്തൊക്കെ ഒരു രാജ്യങ്ങളെല്ലാം ലിബറൽ ചിന്താഗതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോഴത് തിരിച്ച് ഒരു വലതുപക്ഷത്തേക്ക് റൈറ്റ് വിങ്ങിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് മൊത്തത്തില്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ യുദ്ധവും മറ്റും ഈ ഒരു നേതാവ് വിചാരിച്ചാൽ യുദ്ധം ഇല്ലാതാക്കാൻ പറ്റുമായിരിക്കും, യുദ്ധം നിർത്തിവെക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു യുദ്ധം ഒഴിവാക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഇപ്പം നമുക്കറിയാം, ഇവിടെ ബൈഡനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണകൂടമോ ഒന്നും ഈ യുദ്ധത്തിനെ മോഹിക്കുന്നവരോ യുദ്ധത്തിനോട് വലിയ താല്പര്യമുള്ളവരോ ഒന്നുമല്ല. പക്ഷേ അവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. യുദ്ധത്തിലേക്ക് നമ്മൾ വലിച്ചിഴക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു രാജ്യത്തിന് ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ ഒരു നേതാവിന് തന്നെ തീരുമാനം എടുക്കുകയോ പറ്റാത്തൊരു സ്ഥിതി വരുന്നു. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ വരുമ്പോൾ ഏത് നേതാവ് വന്നു കഴിഞ്ഞാലും ആ സിറ്റുവേഷൻ എന്താണോ അതിനെ നേരിടേണ്ട സ്ഥിതി വരും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ അവിടെ യുദ്ധം ഇല്ലാതാകും അല്ലെങ്കിൽ യുദ്ധം ഒഴിവാകും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തന്നെ എനിക്ക് ഒരു കോൺസ്പിറസി തിയറി എന്റെ മനസ്സിൽ തോന്നുക, ഈ ഹമാസ് ചെന്ന് ഇസ്രായേൽ വലിയ കളിയാണോ കളിക്കുന്നതെന്ന്, ഈ ഹമാസ് ചെന്ന് ഇസ്രായേലിന്റെ കളിയിൽ ചെന്ന് വീണതാണോ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഇസ്രായേലിനെ പോയി ആക്രമിച്ചു, ഇസ്രായേലിന് നല്ല ഒരു എക്സ്ക്യൂസ് കിട്ടി. ഹമാസിനെ മൊത്തം തകർക്കാൻ, ആ മേഖല മൊത്തം ഡിസ്റ്റബിലൈസ് ചെയ്യാനും അവരുടെ ലക്ഷ്യങ്ങളെല്ലാം പിന്നെ നടപ്പാക്കാനും കിട്ടുന്ന ഒരു അവസരം പോലെയാണ് എനിക്കിപ്പോ തോന്നുന്നത്. എന്റെ ഒരു വൈൽഡ് തിയറി ആയിരിക്കാം, ശരിയല്ലായിരിക്കാം. പക്ഷെ എങ്ങനെയായാലും ഇസ്രായേലിന് കിട്ടിയ ഒരു അവസരം പോലെയാണ് ഇത് കാണുന്നത്. ആരെന്ത് പറഞ്ഞാലും പിന്നെ അവർക്കൊരു കുറെ ന്യായീകരണമുണ്ട്. കുറെ ആളുകൾ മരിച്ചു, അവരുടെ രാജ്യത്ത് കടന്നു കയറി ആക്രമിച്ചു. അപ്പം ന്യായമായിട്ടുള്ളൊരു കാരണവും അവർക്ക് കിട്ടി. ആ ഭാഗം മുഴുവൻ ഡിസ്റ്റബിലൈസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് പോകുന്നത്. അത് ആ സാഹചര്യം അനുസരിച്ച് ഓരോ രാജ്യങ്ങളും പ്രതികരിക്കുന്നു. ആ നേതാക്കന്മാർ മാത്രം തീരുമാനിക്കുന്നത്, ഒരുപക്ഷെ ആ നേതാക്കന്മാർ വിചാരിച്ചാൽ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് ഔട്ട്റൈറ്റ് ആയിട്ട് പിന്മാറുന്നു എന്ന് പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ യുദ്ധമോ അല്ലെങ്കിൽ ആ സാഹചര്യമോ ഇല്ലാതാക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അങ്ങനെ മൊത്തത്തിൽ ഒരു എല്ലാം കൂടി ഒരു അനിശ്ചിതത്വത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രക്തച്ചൊരിച്ചിലും അനിശ്ചിതത്വവും, പ്രത്യേകിച്ച് ഈ ഒരു 30-40 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു സ്റ്റെബിലിറ്റി നമ്മുടെ ലോകരംഗത്ത് ഒരിടത്തും കാണുന്നില്ല. അപ്പൊ ഈ ഇലക്ഷൻ ഇയറിൽ ഇതുപോലുള്ള മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അത് ഈ വലതുപക്ഷ ചിന്താഗതികളുള്ള ആളുകൾ നേതൃത്വത്തിൽ വരുമ്പോൾ അത് ഏതെല്ലാം രീതിയിൽ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ശരി, ശ്രീ ജോൺ പണിക്കർ, എന്തായാലും ഒരു വളരെ വൈൽഡ് ആയിട്ടുള്ള ഒരു കോൺസ്പിറസി തിയറിയാണ് ജോർജ് ജോസഫ് മുന്നോട്ട് വെച്ചത്. ആ ഒരു കോൺസ്പിറസി തിയറി, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? അല്ല, ഞാൻ പേഴ്സണലി അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞാൻ അറിഞ്ഞ് ഈ ഒരു ഇറാന്റെ ബാക്കപ്പ് ആണ് ഹമാസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ കാലാകാലങ്ങളിലുള്ള ട്രെയിനിങ്, ഇത് ഒരു സാധാരണ ഒരു തീവ്രവാദി പ്രസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റിയിലല്ല ഹമാസ് ചെയ്തത്. അതിന്റെ ആ ഒരു എക്സിക്യൂഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇറാന്റെ കൈകൾ അതിന്റെ ബാക്കിലുണ്ട്. അതുപോലെ തന്നെ ഹൂത്തികളായാലും ഹിസ്ബുള്ള ആയാലും ഇതെല്ലാം ഇറാൻ സപ്പോർട്ടഡ് ടെററിസ്റ്റ് എലമെന്റ്സ് ആണ്. അതിപ്പോ പാലസ്തീനിയൻ ജിഹാദ് ആയപ്പോഴും അവർക്കാണെങ്കിൽ ഗാസയിൽ മാത്രമല്ല
വെസ്റ്റ് ബാങ്കിലും അവർക്ക് വേരുകളുണ്ട്. അപ്പൊ ഇറാന്റെ ഒരു സപ്പോർട്ടാണ്. അപ്പൊ അത് നമ്മൾ ഇപ്പോൾ ശാന്തമായിട്ട് ഇരിക്കുമ്പോഴും ഈ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ ഒരു ഇറാനെ ഇസ്രായേലിനെ പ്രഷറൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കാം. പക്ഷെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർ പോകാൻ പറ്റില്ല. ഇപ്പൊ അമേരിക്ക ഇടപെടേണ്ടി വന്നു കഴിഞ്ഞാൽ പോലും ഇപ്പൊ ഇവിടുത്തെ ട്രൂപ്പ് ഇറങ്ങി വരിക അങ്ങനെ ഒരു സാഹചര്യമില്ല. ഈ പറയുന്ന പോലെ എയർ അറ്റാക്ക് അല്ലെങ്കിൽ ടാർഗറ്റഡ് പ്രിസിഷൻ അറ്റാക്കുകളായിരിക്കാം ഒരുപക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഒരുപക്ഷെ അതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ എയർ സ്ട്രൈക്കുകളും ടാർഗറ്റഡ് അറ്റാക്കുകളും ഒരുപക്ഷെ അമേരിക്കയും കണ്ടക്ട് ചെയ്തേക്കാം എന്നുള്ള രീതിയിലേക്കാണ് ഇത് പോകുന്നത്. ഹൂത്തികളുടെ കാര്യത്തിൽ ഇന്റർനാഷണൽ കോവലിഷൻ തന്നെ മുന്നോട്ട് വരികയാണ് അവിടെ ഒരു സേഫ്റ്റി ഉണ്ടാക്കുവാനായിട്ട്. അപ്പോൾ അതിൽ ഒരു പരിധിക്കപ്പുറത്തോട്ട് ഇത് പോവില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ അതിന്റെ ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അമേരിക്കയ്ക്കായാലും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എനഫ് റിസോഴ്സസ് മിഡിൽ ഈസ്റ്റിലും ഉണ്ട്. അതിപ്പം ഗ്രൗണ്ട് ലെവലിലായാലും എയർ ലെവലിലായാലും നേവി ലെവലിലായാലും എല്ലാ രീതിയിലും. അപ്പൊ അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. പക്ഷെ ഡെഫിനറ്റ്ലി ഇത് നമ്മുടെ ട്രംപിനെ സഹായിക്കും. ഇനി ഇലക്ഷനിലെ ക്യാമ്പയിനിലേക്ക് വേണ്ടിയിട്ട് ഇത് ഒരു നേതൃത്വത്തിന്റെ പരാജയമാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോഴായാലും നേതൃത്വം ഇല്ലായ്മയിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വേൾഡ് വൈഡ്. ഇപ്പൊ യുക്രൈൻ വാർ ആയാലും നമുക്കറിയാം ട്രംപൊക്കെ വളരെ നല്ലൊരു ടെമ്പർമെന്റോട് കൂടിയാണ് പുടിനെയൊക്കെ ഇടപെട്ടത്. അതുപോലെ തന്നെ നോർത്ത് കൊറിയ, അമേരിക്കൻ ഒരു പ്രസിഡന്റ് പോയി വിസിറ്റ് ചെയ്തതാണ്, കിങ് ജോങ്ങിനെ പോയി കണ്ടതാണ്, ഹാൻഡ് ഷേക്ക് ചെയ്തതാണ്, അതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലുള്ള പീസ് ഡീൽ. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളിൽ അമേരിക്ക വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് ട്രംപിന്റെ സമയത്ത് ഒരു പീസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ച ഇനി അടുത്ത വർഷം ഉണ്ടാവും, ട്രംപ് അധികാരത്തിൽ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പൊതുവിൽ അമേരിക്കൻ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ശരി, എന്തായാലും കഴിഞ്ഞ 3 മാസമായിട്ട് നമ്മൾ ഈ ഒരു വിഷയം തന്നെ ചർച്ച ചെയ്യുകയാണ്. പക്ഷെ ഇപ്പോഴും ഇതിനൊരു പരിഹാരമാകുന്നില്ല. ഈ പറയുന്ന സംഘർഷങ്ങളും യുദ്ധസമാനമായ സാഹചര്യങ്ങളും ഒക്കെ പല രാജ്യങ്ങളെയും പല രീതിയിലും ബാധിക്കും. എന്തായാലും വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ്, ശ്രീ നിർമ്മല എബ്രഹാമാൻ, ശ്രീ ജോൺ പണിക്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ലോക ഭൂപടത്തിന്റെ വലിയൊരു ഭാഗം ഇപ്പോൾ റെഡ് മാർക്കിലാണ്, യുദ്ധത്തിന്റെ റെഡ് മാർക്കിൽ. നമ്മൾ ഓരോരുത്തരും രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിനിടയ്ക്കുള്ള സമയത്ത് നമ്മുടെ സഹജീവികൾ ലോകത്തിന്റെ പല ഭാഗത്തും രക്തച്ചൊരിച്ചിലിനും വലിയ ദുരന്തത്തിനുമൊക്കെ ഇരകളായി മരിച്ചു വീഴുന്നവരുണ്ട്, മുറിവേൽക്കുന്നവരുണ്ട്, പല പ്രയാസങ്ങളും ഭക്ഷണവും വെള്ളവും ഇന്ധനവും ഒന്നും ലഭിക്കാത്ത സാഹചര്യത്തിലുള്ളവരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചുള്ള ചിന്ത എന്തുകൊണ്ട് ലോകത്തിന് ഉണ്ടാകുന്നില്ല? ആ ഒരു ചിന്ത പ്രേക്ഷകരിലേക്ക് വെച്ചുകൊണ്ട് അമേരിക്കൻ ഡയലോഗ് പവർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.